വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്ർ അല്ലാഹുവിനെ തഖ്വയും ഇഖ്ലാസും വളർത്തുന്നു, പാപങ്ങളിൽ നിന്ന് അകറ്റുന്നു, മനസ്സമാധാനവും ധൈര്യവും നൽകുന്നു, അതുപോലെ ആത്മീയ ഉണർവ് നൽകുന്നു. ഈ ദിക്റിന് അങ്ങനത്തെ ഒരു 4 ദിക്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 4 ദിക്ർ ഒരുമിച്ച് ചൊല്ലലാണ്. ഏതാണ് ആ 4 ദിക്റുകൾ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അല്ലാഹു എൻ്റെ അടുക്കൽ ഹാജറുണ്ട്, അതായത് അല്ലാഹു എൻ്റെ അടുക്കലുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു എൻ്റെ സാക്ഷിയാണ്. അല്ലാഹു മഈ, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു എൻ്റെ അടുക്കൽ ഹാജറുണ്ട്, അതായത് എൻ്റെ അടുക്കലുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കാണുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു എൻ്റെ സാക്ഷിയാണ്. അല്ലാഹു മഈ, അല്ലാഹു എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതാണ് ഈ ഇസ്മിൻ്റെ ദിക്റിൻ്റെ അർത്ഥം. ഈ ദിക്റിൻ്റെ മഹത്വം പറയുന്നത് പ്രശസ്ത സൂഫി വര്യനായ ഷെയ്ഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ തസ്തരി റളിയല്ലാഹു എന്ന മഹാൻ തൻ്റെ കുട്ടിക്കാലത്തെ മാതുലനായ മുഹമ്മദ് ബിൻ സൗവറിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ വരികൾ. ഇതിൻ്റെ പ്രാധാന്യ ആത്മീയ ഗുണങ്ങൾ ഇവയാണ്. 1. തഖ്വയും ഇഖ്ലാസും വർദ്ധിക്കുന്നു. അല്ലാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം, ഇഹ്സാൻ മനസ്സിൽ ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് അകറ്റുന്നു. രഹസ്യമോ പരസ്യമോ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അവൻ എൻ്റെ സാക്ഷിയാണ് എന്ന ചിന്ത മനസ്സിനെ പാപങ്ങളിൽ നിന്ന് തടയുന്നു. അതുപോലെ മനസ്സമാധാനവും ധൈര്യവും അല്ലാഹു നൽകുന്നു. ഞാൻ ഒറ്റക്കല്ല, സർവശക്തനായ അല്ലാഹു എൻ്റെ കൂടെയുണ്ടെന്ന ബോധം കഠിനമായ പ്രതിസന്ധിയിലും ഭയമില്ലാതാക്കാനും മനസ്സിന് വലിയ ധൈര്യം നൽകാനും സഹായിക്കുന്നു. അതുപോലെ ആത്മീയ ഉണർവ്, ഹൃദയത്തിൽ എപ്പോഴും ദൈവചിന്ത നിലനിർത്താൻ ദിവസവും ഈ വരികൾ ഉരുവിടുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യനെ ആത്മീയമായി ഉണർത്താനും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ നല്ല വഴി നടക്കാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു മനഃശാസ്ത്രമായ ദിക്റാണ് ഇത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് മഹാന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഭയം, പേടി തോന്നുമ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ 4 വരികൾ നമ്മൾ ഒന്ന് ഓർത്താൽ മതി. നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഭയം, പേടി തോന്നുമ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ 4 വരികൾ നമ്മൾ ഒന്ന് ഓർത്താൽ മതി.
അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഈ 4 ദിക്റുകൾ നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. എന്നാൽ തന്നെ നമ്മുടെ വിഷമങ്ങൾ മാറും. അതുപോലെ ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ, ദുആ, വസിയത്തുകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ദുആകളൊക്കെ ചുരുക്കിയാണ്. വീഡിയോസിന് ഒരുപാട് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുക്കി ദുആകളും ഇതൊക്കെ നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കമൻറ്റുകൾ വാട്സപ്പിലൂടെ പലരും അറിയിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.